ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജ് അതായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വ്യത്യസ്ത ഫോംസ് ഒക്കെ ഞാൻ കാണിച്ചു തന്നു. നിങ്ങളത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മീറ്റർ ബ്രിഡ്ജ്. അതിൻ്റെ വേറെ പേരാണ് സ്ലൈഡ് വയർ ബ്രിഡ്ജ്. നോക്കൂ, ആരത്? ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ഫോം ഓഫ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണത്. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് തന്നെ മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? ഇറ്റ്സ് നത്തിങ് ബട്ട് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ ഇതാണ് മീറ്റർ ബ്രിഡ്ജിനെ ഇത് നമുക്ക് ലാബിൽ ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റാണ്. അപ്പോൾ ഈ മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താ അറിയണം? ഇതാ ഈ AB എന്ന് പറഞ്ഞാൽ 1AC ആണ് ഞാൻ കൊടുത്ത്. എ സി എന്ന് പറഞ്ഞാൽ ഈ പേരിനത്തിന് വേറൊരു ഉദ്ദേശമുണ്ട് പറയാം. 1 മീറ്റർ ലോങ് യൂണിഫോം റെസിസ്റ്റൻസ് വയർ. ഇതൊരു യൂണിഫോം റെസിസ്റ്റൻസ് വയർ. ദിസ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് എ മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് ഒരു ഡിവൈസാണ്. ലാബിൽ നമുക്ക് ചെയ്യാനുള്ളതാണ് പറഞ്ഞു. ലാബിൽ നമുക്കൊരു വുഡൻ പ്ലാറ്റ്ഫോം ഉണ്ടാവും. ലാബിൽ നമ്മൾ കാണുന്ന മീറ്റർ ബ്രിഡ്ജിൽ ഈ 1 മീറ്റർ ലോങ് വയർ അതൊരു വുഡൻ പ്ലാറ്റ്ഫോമിൽ ആണിടിച്ച് വെച്ചൊക്കെയായിരിക്കും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. നോക്കും, ഇതാണ് ആ വുഡൻ പ്ലാറ്റ്ഫോം. കണ്ടോ, നിങ്ങൾ കാണുന്ന ഈ കളറിൽ കാണുന്നത് ഇതൊരു വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എന്നിട്ട് അതിന്മേൽ നോക്കൂ, ഇവിടെ ഇതുണ്ടാവും. ഇത് നമ്മളിവിടെ കാണിച്ച ഇതേ സാധനം. നമുക്ക് എക്സാമിന് ഡയഗ്രാം വരയ്ക്കേണ്ടി വരും. ഇത് മതി, ഇത് വേണ്ട. അപ്പോൾ ഇതെന്താ പറയുക? ഇത് കോപ്പർ സ്ട്രിപ്സാണ്. 3 കോപ്പർ സ്ട്രിപ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എൽ ഷേപ്പിലുള്ള 2 ഇവിടെ ഉണ്ട്. ഇതിവിടെ ഒരു സ്ട്രെയിറ്റ് കോപ്പർ സ്ട്രിപ്പ്. അവരെങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കൂ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഗ്യാപ്പ്. അതാണത്. അപ്പോൾ ഈ കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയ സ്ട്രിപ്പ് കുറച്ച് തിക്കാണത്. ആ തിക്കായിട്ടുള്ള എന്തിനാ തിക്കാക്കി എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ അത് ഇവിടെ നോക്കി, ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടാവും, ഇവിടെയൊക്കെ സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂമിലുമാണ് നമ്മൾ 1 മീറ്റർ ലോങ് മീറ്റർ ബ്രിഡ്ജ് വയർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് മെയിൻ പാർട്ട്. പിന്നെ നമുക്ക് ഇവിടെ 2 ഗ്യാപ്പ് എന്ന് പറഞ്ഞല്ലോ. ഒരു ഗ്യാപ്പിൽ നമ്മൾ കണക്ട് ചെയ്യൽ റെസിസ്റ്റൻസ് ബോക്സ് ഒക്കെ ഇതൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഇനി ലാബൊക്കെ വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യണം. ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം റെസിസ്റ്റൻസ് ബോക്സിൻ്റെ ഷേപ്പ് നോക്കും ഇങ്ങനെ ഉണ്ടാവുക. ഇതാണ് റെസിസ്റ്റൻസ് ബോക്സ്. ഇതെന്താ സംഭവം എന്നറിയാം? ഇവിടെ നോക്കി, ഇവിടെ കണ്ടോ, ഇവിടെ 100 ഓം എഴുതി വെച്ചിട്ടുണ്ട്. കേട്ടോ, ഇവിടെ 100 ഓം നിങ്ങൾ കാണുന്നുണ്ടോ? 200 ഇങ്ങനെ ഇതെത്ര 100 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇവിടെ ഓരോ കീ ഉണ്ട്. കേട്ടോ, ഇത് നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് ഊരിയെടുക്കുക. എന്നാൽ ഓരോന്ന് ഊരിയെടുക്കുക. ഞാനിപ്പോൾ ഈ 100 200 ഈ കീ ഇവിടെ അത് കണക്ഷൻ കൊടുക്കുമ്പോൾ റെസിസ്റ്റൻസ് ബോക്സ് ആ കണക്ഷൻ കൊടുക്കാനുള്ള പിന്നെ ടെർമിനൽസ് ആണത്. ഇവിടെ ഞാൻ ഈ 200 ഈ കീ ആണ് ഇവിടുന്ന് റിമൂവ് ചെയ്തതെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സിസ്റ്റത്തിൽ 200 ഓം റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ അപ്ലിക്കബിൾ ആണെന്നാണ്. അപ്പോൾ എനിക്ക് 400 വേണമെങ്കിലോ 2 200 വരിക, 500 വേണമെങ്കിൽ 2 200 100. ഈ 500 ഓപ്ഷൻ വേറെ ഇല്ലെങ്കിൽ മനസ്സിലായോ? ആ രൂപത്തിൽ നമുക്ക് ഒന്നിലധികം അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാം. എന്താണോ നമ്മൾ അതിന് റിമൂവ് ചെയ്യുന്നത്, ഏത് കീയാണ് റിമൂവ് ചെയ്യുന്നത്, അതായിരിക്കും സർക്യൂട്ടിൽ വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നോക്കി, ഇവിടെ 2 ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് ആണ് കണക്ട് ചെയ്യാൻ ഞാൻ ക്യാപിറ്റൽ R കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഗ്യാപ്പിൽ നോക്കൂ, ഒരു വയർ കൊടുത്തിട്ടുണ്ട്. കാരണം എന്തിനാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ ഉപയോഗം എന്താ? ഉപയോഗം ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടെത്താനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മീറ്റർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഒരു വയർ നമുക്ക് തന്ന് അതിൻ്റെ വി വാണ്ട് ടു മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. അത് നമുക്ക് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഒരു ഗ്യാപ്പിൽ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് വെച്ചാൽ അറിയാവുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടുത്തെ വാല്യൂ എത്രയുണ്ട് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും. രണ്ടാമത്തെ കൊടുത്ത് നമുക്ക് അറിയാത്ത വാല്യൂ അത് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. മനസ്സിലായോ? അതാണ് ഉണ്ടാവുക. റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്ത ഡയഗ്രാം ഇവിടെ ഏകദേശം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡയഗ്രാം പരീക്ഷയ്ക്ക് വേണ്ട കേട്ടോ, ഇത് മതി. നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാണുമ്പോൾ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. ഇവിടെ റെസിസ്റ്റൻസ് ബോക്സ്, പിന്നെ നമുക്ക് ഇവിടെ എന്താണോ നമുക്കുള്ളത്. അപ്പോൾ വയർ, ഇപ്പോൾ ഈവൻ ഇവിടെ റെസിസ്റ്റൻസ് ബോക്സ് തന്നെ ആവാം, പക്ഷേ നമുക്ക് അറിയില്ല
ആ റെസിസ്റ്റൻസ് ബോക്സ് ഒന്നായിട്ട് കവർ ചെയ്തുകൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക്. അതിന് എന്തോ റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി തരുന്നത് ഏത് റെസിസ്റ്റൻസ് ആണ് അവിടെ അപ്ലിക്കബിൾ ആണെന്നുള്ളത് വേണേൽ കണ്ടെത്താൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ലാബിൽ തരാം, ഇവിടെ ഒരു വയറായിരിക്കും നിങ്ങൾക്ക് തരാം, അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടെത്താനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത്രയും പാർട്ട് മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, AC എന്ന് പറയുന്ന ഈ യൂണിഫോം റെസിസ്റ്റൻസ് വയർ, 3 കോപ്പർ സ്ട്രിപ്സ്. കോപ്പർ യൂസ് ചെയ്യാനുള്ള കാരണം നല്ല കണ്ടക്ടറാണ്, കാരണം ഇതിൻ്റെ റെസിസ്റ്റൻസ് സർക്യൂട്ടിനെ ബാധിക്കാൻ പാടില്ല. അതിനാണ് തിക്ക് ആക്കുന്നത്. ഇതിന് നല്ല റെസിസ്റ്റൻസ് കുറയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നല്ല സിൽവറിൻ്റെ ഒക്കെയാണ് വേണ്ടത്, റെസിസ്റ്റൻസ് വറ്റ കുറവില്ല. കാരണം ഇയാളെ റെസിസ്റ്റൻസ് ഒരിക്കലും നമ്മുടെ എക്സ്പെരിമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അതിനാണ് തിക്ക് കോപ്പർ സ്ട്രിപ്സ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ സെൻട്രൽ പോർഷൻ നോക്കൂ. ഒരു വയറിലൂടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്ററിൻ്റെ ഈ അവിടുന്ന് നമ്മൾ വീണ്ടും കണക്ഷൻ എടുത്തിട്ട് ഈ എഡ്ജ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ജോക്കി എന്നാണ് വിളിക്കുക. ജോക്കി. ഈ ജോക്കി എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് ഉണ്ട് നോക്കുക. ആ ഡിവൈസാണ് ഈ സാധനം. ഇതെന്താണെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ വയറിൻ്റെ എൻഡിനെ നമുക്ക് ജോക്കി എന്ന് വിളിക്കാം. ജോക്കി എന്ന് എന്താണെന്ന് പറയാം. എന്നിട്ട് ഈ ജോക്കിയാണ് ഈ വയറിൻ്റെ മേലെ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവുക. കണ്ടോ, ഇതിമ കൂടെ ഇങ്ങനെ സ്ലൈഡ്. അതാണ് സ്ലൈഡ് വയർ ബ്രിഡ്ജ് എന്നുള്ള പേര്, അങ്ങനെയാണ് വരുന്നത്. സ്ലൈഡ് വയർ ബ്രിഡ്ജ്. നോക്കൂ, ഇവിടെ ഇതൊരു വയറാണ്, ഇതും ഒരു വയറാണ്. ജോക്കിൻ്റെ ഈ എൻ്റെ ഒരു വയറാണെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കാറോ, ഈ വയർ ഇതിമ കൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോലും ഭയങ്കര റിസ്ക് അല്ലത്. കാരണം രണ്ട് ഭയങ്കര തിന്നല്ലേ, അപ്പോൾ അതിമ കൂടെ സ്ലിപ്പ് ചെയ്ത് പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് പിടിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജോക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടാക്കി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പിടിക്കാം. ഈ ഭാഗം ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഈ വയറ് നേരെ ഇങ്ങനെ കണക്ട് ചെയ്തതിൻ്റെ മുകളിൽ കണക്ഷൻ കൊടുക്കാനുള്ള ഒരു സാധനമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കണക്ഷൻ പോയിട്ട് ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ പിടിക്കുന്ന ഭാഗം എന്താണ്, നമുക്ക് ഈസി ആയിട്ട് അതിനെങ്ങനെ പിടിക്കാം. ഒരു ചോക്ക് പോലെ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ കഴിയും. പിടിക്കുന്ന ഭാഗം ഇൻസുലേറ്റഡ് ആയിരിക്കും, കണ്ടക്റ്റിങ്ങും അല്ല. അപ്പോൾ മനസ്സിലായോ. ഇനി ഇങ്ങനെ ഡിവൈസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വലിയ പ്രയാസമുണ്ടോ ഇല്ല. നമുക്ക് ആ വയറിൻ്റെ എഡ്ജ് നല്ല സാൻഡ് പേപ്പറൊക്കെ ഇട്ട് വരുത്തി നല്ല മീൻസ് അതിന്മേൽ വേറെ ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി, മീൻസ് ക്ലാവൊന്നും പിടിച്ചിട്ടില്ല എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ മൂലം കൂടെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ മതി. മനസ്സിലായോ. അപ്പോൾ ജോക്കിൻ്റെ ഫംഗ്ഷൻ അങ്ങനെയും നടക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ. സിമ്പിൾ കാര്യമാണ് പറഞ്ഞത്, ഒന്നുമില്ല. ഓക്കെ, ഇനി നോക്കൂ. എക്കും സിക്കും എക്രോസിൽ നമുക്ക് താഴെ വരക്കാം അല്ലെങ്കിൽ മേലെ വരക്കാം. നമുക്ക് അവിടെ ഒരു സെല്ലുണ്ട്, ഒരു കീ ഉണ്ട്. ഇത്രയേ ഉള്ളൂ മീറ്റർ ബ്രിഡ്ജ്. അതിൻ്റെ സെറ്റപ്പ് ഇതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ചെയ്യേണ്ട പണിയാണ് പറയാൻ പോകുന്നത്. ഇത് സത്യത്തിൽ ഇതിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ ഇങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതിങ്ങനെ നോക്കിയാൽ നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ കാണാം. നമുക്ക് ഈ എസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ടാസ്ക്. അതാണ് എസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നോക്കിയിട്ട് മീറ്റർ ബ്രിഡ്ജിനെ കാണണം. അതിന് ഞാൻ ഒരു ഇൻഫോർമേഷൻ കൂടി തരാം. ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് അത് യൂണിഫോം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞില്ല. ലെറ്റ് സ്മോൾ ലെറ്റർ ആർ ബി ദ റെസിസ്റ്റൻസ് പെർ സെൻറ്റിമീറ്റർ ഓഫ് ദ വയർ. 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആറാണെന്ന് വിചാരിക്കാം. 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ സ്മോൾ ലെറ്റർ ആറ്. ഓക്കെ ആണെന്ന് കരുതിക്കോളൂ. ക്ലിയർ ആണല്ലോ, അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റ് തുടങ്ങാൻ പോവാം. എക്സ്പെരിമെൻറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ജോക്കിനെ പിടിച്ചിട്ട് ആദ്യം എൻ്റെ സൈഡിൽ ഈ വയറുമ്പിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഗാൽവനോമീറ്റർ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കണം. അതിനുശേഷം ജോക്കി അവിടുന്ന് എടുത്തിട്ട് ഇപ്പുറത്ത് സീൻ്റെ ഭാഗത്ത് ഇവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഡിഫ്ലക്ഷൻ കാണിക്കണം. 2 സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോഴും ഒരേ ഭാഗത്തേക്കാണ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനായിട്ടില്ല. കാരണം നമ്മൾ സർക്യൂട്ടിൽ കാര്യമായി എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് കറക്റ്റാണ്, പിന്നെ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കണമെങ്കിൽ അതിന് മീനിങ് എന്താ, ഏതോ ഒരു സ്ഥലത്തുമ്പോൾ ഡിഫ്ലക്ഷൻ ഇങ്ങനെ വന്നിട്ട് 0 ഡിഫ്ലക്ഷൻ കാണിക്കും. ഗാൽവനോമീറ്ററിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ നീഡിൽ സെൻറ്ററിലാണ് 0 ഉണ്ടാവുക, എന്നിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമാണ് ഡിഫ്ലക്ഷൻ കാണിക്കുക. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ഡയഗ്രത്തിന് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അതിൽ ഉണ്ടാക്കുന്നൊന്ന് ശ്രദ്ധിച്ചിട്ടോ. ഞാൻ ഈ ഡയഗ്രാം എടുത്ത് മാറ്റിയിട്ട് അവിടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ കൊണ്ടുവരണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. യെസ്, എന്താ ചെയ്ത്, ഈ ബീനെ പിടിച്ചിട്ട് ഞാൻ പൊന്തിച്ചാൻ വിളിച്ചു. ഇതാ ഇങ്ങനെ ബീനെ പിടിച്ചാണ് പൊന്തിച്ചു. അപ്പോൾ ബി ഇവിടെ എത്തി. അടാ ഇതാ ബി ഇവിടെ എത്തി. നോക്കൂ, ബിക്കും എക്കും ഇടയിൽ ആരാളുള്ളത്, റെസിസ്റ്റൻസ് ബോക്സ് അല്ല 6. കാരണം ഇതിനൊന്നും റെസിസ്റ്റൻസ് കൂട്ടൂല, ഉണ്ടാവാൻ പാടില്ല ഐഡിയൽ കേസിൽ. അതാണ് നോക്കൂ, എക്കും ബിക്കും ഇടയിൽ ആരാണ്, ക്യാപിറ്റൽ R. അതുപോലെ ബിക്കും സിക്കും ഇടയിൽ ആരാണ് നോക്കൂ, ബിക്കും സിക്കും ഇടയിൽ ഈ അൺനോൺ റെസിസ്റ്റൻസ് S. റെഡി? യെസ്.
പിന്നെ നോക്കൂ ഈ ഡി, ഞാൻ പറഞ്ഞു സ്മോൾ ലെറ്റർ ആർ ബി ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. എന്തത് ചെയ്തെന്നറിയാം, നമ്മൾ ആദ്യം ജോക്കി ഇവിടെ വെച്ചു, ജോക്കി ഇവിടെ വെച്ചിട്ട് ഡിഫ്ലക്ഷൻ കാണിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഡിഫ്ലക്ഷൻ ഇങ്ങനെ കുറഞ്ഞ് വന്ന് അങ്ങനെ കുറഞ്ഞിട്ട് ഡിയിൽ ഇവിടെ എത്തിയപ്പോൾ 0 ഡിഫ്ലക്ഷൻ കാണിച്ചു. നൗ യു ക്യാൻ സേ ദ മീറ്റർ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എന്ന് നിങ്ങൾക്ക് പറയാം. കാരണം ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. ആ സമയത്ത് എയിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിങ് ലെങ്ത്. ബാലൻസിങ് ലെങ്ത് റെഡി? ഓക്കെ, ആ ബാലൻസിങ് ലെങ്ത് ആണ് എൽ സെൻറ്റിമീറ്റർ ആണ്. ആകെ എത്ര സെൻറ്റിമീറ്റർ? 100. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര? 100 മൈനസ് എൽ സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നോക്ക് എന്താ ചെയ്ത് നോക്ക്, ഞാൻ ഡീനെ നോക്കൂ, ഈ ഡി ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്ര? ഇതിൻ്റെ റെസിസ്റ്റൻസ് എൽ ലെങ്ത്തുള്ള ഒരു ലെങ്ത്തുള്ള റെസിസ്റ്റൻസ് എത്ര? 6. അപ്പോൾ LR എന്നാണ് കേട്ടോ. LR ഈസ് ദ റെസിസ്റ്റൻസ്. ഇവിടുത്തെ എത്ര ഉണ്ടാവുക? 100 മൈനസ് എൽ ഇൻറ്റു 6. പിന്നെ നോക്കൂ എക്കും സിക്കും ഇടയിൽ ഇത് എന്ന് വെച്ചാൽ ഇതാരാ? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ശരിക്കും നിങ്ങൾക്ക് ഇതിലിങ്ങനെ കാണാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കണില്ല എന്ന് വെച്ചാൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇപ്പോൾ എന്താണ്? ബാലൻസ്ഡ് ആണ്. എന്തിനാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്? ഈ എസിൻ്റെ വാല്യൂ കണ്ടെത്താൻ. എസിൻ്റെ വാല്യൂ കണ്ടെത്താൻ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഉണ്ടോ? നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഈ ബാലൻസിങ്ങിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. ഈ വാല്യൂ ഓൾറെഡി അറിയാം, കാരണം ഇത് റെസിസ്റ്റൻസ് ബോക്സിൽ നമ്മൾ എടുത്തിട്ടുള്ള റെസിസ്റ്റൻസ് അല്ലേ, അത് എത്ര നമ്മൾ എടുത്തിട്ടുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയല്ലോ. ഇനി എനിക്ക് എസ് കിട്ടാൻ വേണ്ടത്. അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ് എസ് ബൈ ആർ. ഇത് ബാലൻസ്ഡ് ആണ്. ഒന്നുകിൽ ആർ ബൈ എസ്, അല്ലെങ്കിൽ മനസ്സിലായി. നോക്കൂ, ഞാൻ ഇവിടെ കൊടുക്കാം ആർ ഡിവൈഡഡ് ബൈ എസ്. ദിസ് ബൈ ദിസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ് ഈക്വൽ ടു LR ഡിവൈഡഡ് ബൈ 100 മൈനസ് എൽ ഇൻറ്റു ആർ. മനസ്സിലായോ? 100 മൈനസ് എൽ. അത് ഇവിടെ നോക്കിയിട്ട് നമ്മൾ എങ്ങനെ പറയാറിയോ? ആർ ബൈ എസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് എ ഡി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് DC. ആ എ ഡിയുടെ റെസിസ്റ്റൻസ് ആണ് LR. കണ്ടോ? ഇനി ഇതിനെപ്പറ്റി നിങ്ങൾ കൺസേൺ ആണ്ട, അത് ക്യാൻസൽ ചെയ്ത് പോയി. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരാ ഉള്ളത്? ബാക്കി നോക്കൂ, നമുക്ക് ആരെ വേണ്ടത്? ഈ എസിൻ്റെ വാല്യൂ അല്ലേ വേണ്ടത്. അപ്പോൾ ദിസ് സിംപ്ലൈസ്, അല്ലെങ്കിൽ ഇതാ എസിനെ അങ്ങോട്ട് കൊണ്ടുവരിക. എസ് ഈസ് ഈക്വൽ ടു ഇയാൾ അങ്ങോട്ട് പോവുക 100 മൈനസ് എൽ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ആർ. റെഡി അല്ലേ? ഫിനിഷ്ഡ്. എൽ എങ്ങനെ കണ്ടെത്തുക? ഇവിടെ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കിയാൽ. അപ്പോൾ എല്ല് കിട്ടി, ആയി കിട്ടിയ എല്ലിനെ 100 സബ്ട്രാക്ട് ചെയ്താൽ ഇതും കിട്ടി. ആറിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ നോയിങ് ദ ബാലൻസിങ് ലെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ, you can now calculate the value of S using a meter bridge. Meter bridge over. Finished. എല്ലാവർക്കും മനസ്സിലായോ? ഇതിൻ്റെ കൂടെ തന്നെ നമ്മളോട് വേറൊരു കാര്യം ചിലപ്പോൾ ഈ തന്ന വയറിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളോട് അതിൻ്റെ റെസിസ്റ്റിവിറ്റിയും കൂടിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. റെസിസ്റ്റിവിറ്റി. അപ്പോൾ റെസിസ്റ്റിവിറ്റിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ എന്താ? R is equal റോ is equal to RA ഡിവൈഡഡ് ബൈ L ആണല്ലോ. ഓക്കെ, ഇനി ഇത് വേറെ ഇക്വേഷൻ കേട്ടോ, ഇത് നമുക്ക് കണക്ട് ചെയ്യില്ലേ. നമുക്ക് വേണ്ടത് ഈ എസിൻ്റെ റെസിസ്റ്റിവിറ്റി, ഈ വയറിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഏതിൻ്റെ റെസിസ്റ്റൻസ് ആണോ കാണുന്നത്? ഇവിടുത്തെ നമ്മളെ കേസിൽ ആർ എന്താ? നമ്മളെ കേസിൽ ആറല്ലേ എസ് ആണല്ലോ ഈ കേസിൽ. അപ്പോൾ ഇവിടുത്തെ റോ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. ഇവിടെ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ എത്ര? എസ്. ദെൻ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ട് വയറിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് πr² കൊടുക്കുക. πr². അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയി. ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞാൽ ഈ എൽ അല്ല, ഇത് ഏത് വയറിൻ്റെ റെസിസ്റ്റിവിറ്റി ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വയറിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഒരു മീറ്റർ സ്കെയിൽ എടുത്തിട്ട് ഈ വയറിനെ നല്ല നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ലെങ്ത് എത്രയെന്ന് മെഷർ ചെയ്യുക. ആ ലെങ്ത് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനെ ക്യാപിറ്റൽ എൽ എഴുതുക. അപ്പോൾ നോക്കൂ, വയറിൻ്റെ റെസിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ മേലെ കണ്ടു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ക്രൂ ഗേജ് ഇറ്റ്സ് റേഡിയസ് ക്യാൻ ബി മെഷേർഡ്, ആൻഡ് ആൾസോ with the help of a meter scale its length can also be measured. Knowing all these three quantities you can calculate the resistivity of the wire also. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. ഈ നോക്കൂ, ഒരൊറ്റ പ്രോബ്ലം ചെയ്തിട്ട് ഇന്നത്തെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ക്വസ്റ്റ്യൻ പഠിക്കാം.
meter bridge balance point is found to be 39.5 from the NDA when the resistor S is 12.5 എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എസ് ആണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് ബോക്സ് ഏതെങ്കിലും ഒരു ബോക്സ് ആണോ മറ്റാണോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ബോക്സ് ഇവിടെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്. അപ്പോൾ ഇവിടെ ഉള്ളതിന് ഇവിടെ തന്നിട്ടുണ്ട് എത്ര, 12.5 12.5 ഓം അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. NDA when the resistor S is 12.5 നോൺ റെസിസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, എനിവേ ദെൻ ഡിറ്റർമിൻ ദ റെസിസ്റ്റൻസ് R. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ R എത്രയെന്ന് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ബാലൻസിങ് ലെങ്ത് L is equal to 39.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 39.5 L. അപ്പോൾ സ്വാഭാവികമായിട്ടും 100 മൈനസ് L എത്ര ഉണ്ട്, 100 മൈനസ് L is equal to 60.5 സെൻറ്റിമീറ്റർ. നമുക്ക് ആദ്യം വേണ്ടത് R ആണ്. അതൊന്നിപ്പോൾ R/S ഈക്വൽ ദിസ് ബൈ ദിസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ്, L ഡിവൈഡഡ് ബൈ 100 മൈനസ് L, which implies R is equal to S ഇവിടെ തന്നിട്ടുണ്ട് 12.5 into L 39.5 ഡിവൈഡഡ് ബൈ 60.5. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 8.16 ഓം എന്ന് ആൻസർ നിങ്ങൾക്ക് എത്താൻ കഴിയും. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഡിറ്റർമിൻ ദ ബാലൻസ് പോയിന്റ് ഓഫ് ദ ബ്രിഡ്ജ് എബവ് ഇഫ് R ആൻഡ് S ആർ ഇൻ്റർചേഞ്ച്ഡ്. ആറും എസും ഇൻ്റർചേഞ്ച് ചെയ്താൽ ബാലൻസിങ് പോയിന്റിൽ വരുന്ന മാറ്റം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? അത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടതുണ്ടോ? നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയൂടെ. ഇവിടെ ആറും ഇവിടെ എസും വന്നപ്പോഴാണ് നമുക്ക് ഇതെത്ര കിട്ടിയത്, ഇത് 39.5 കിട്ടിയത്, ഇത് 60.5 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി എന്താ സംഭവിക്കുക, ഇയാളപ്പുറം അപ്പുറമാവുക, ഇയാളപ്പുറം ആവുന്ന സമയത്ത് ഇവിടെ എന്താ കിട്ടിയപ്പോൾ 60.5. മനസ്സിലായല്ലോ? അപ്പോൾ പുതിയ ബാലൻസിംഗ് ലെങ്ത് എത്ര ആയിരിക്കും ഉണ്ടാവുക, 60.5 സെൻറ്റിമീറ്റർ. അതിന് വേറെ അങ്ങോട്ടും നോക്കാനില്ല, ഇവിടെ തന്നെ വളരെ വ്യക്തമല്ലേ, അത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഇത് വെച്ചപ്പോഴാണ് ഇത് കിട്ടിയത്, കാരണം അപ്പോഴും ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് അപ്പുറത്തും ഇൻ്റർചേഞ്ച്ഡ് ആവും, വേറെ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ ഇവിടെ. വൈ ആർ ദ കണക്ഷൻസ് ബിറ്റ്വീൻ ദ റെസിസ്റ്റേഴ്സ് ഇൻ ദ വീറ്റ്സ്റ്റോൺ ഓർ മീറ്റർ ബ്രിഡ്ജ് ആർ മെയ്ഡ് ഓഫ് തിക്ക് കോപ്പർ സ്ട്രിപ്സ്. അപ്പോൾ ഇതിൽ രണ്ട് പാർട്ടുണ്ട് ശരിക്കും. ഒന്ന് തിക്കാക്കിയ എന്തിനാണ്, രണ്ട് കോപ്പർ സ്ട്രിപ്പ് എടുക്കാനുള്ള കാരണം എന്താണ്? ഒന്ന് കോപ്പറിന് നമുക്ക് മെയിൻ ഉദ്ദേശം ഒറ്റൊന്നുള്ളൂ, റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ള. റെസിസ്റ്റൻസ് കുറയും, നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആയിരിക്കണം. കാരണം ആ ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണില്ല. ഉണ്ടോ? നമ്മുടെ ഡയഗ്രത്തിൽ നമുക്ക് നോക്കും, ഇവിടെ R/S എന്നൊക്കെ എഴുതുന്ന സമയത്ത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള റെസിസ്റ്റൻസ് എടുക്കണം. പക്ഷെ നമ്മൾ ഇവരെ പരിഗണിക്കണമെന്നില്ല, ഇതിൻ്റെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, റെസിസ്റ്റിവിറ്റി തന്നെ കുറവായിരിക്കുക, റെസിസ്റ്റിവിറ്റി കുറവ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവും ചീപ്പുമായിട്ട് കിട്ടാനുള്ള മെറ്റീരിയൽ ഒന്ന് കോപ്പറാണ്. സിൽവറിന് ഇതിനേക്കാൾ റെസിസ്റ്റിവിറ്റി കുറവാണ്, പക്ഷേ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. മനസ്സിലായോ? അപ്പോൾ റെസിസ്റ്റിവിറ്റി കുറയണം, റെസിസ്റ്റൻസ് കുറയണം. അപ്പോൾ റെസിസ്റ്റൻസ് പിന്നെ റെസിസ്റ്റിവിറ്റി ഉള്ള മാറ്റം സംഭവിക്കാനില്ലെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടത്, പിന്നെ വണ്ണം കൂട്ടിയാൽ മതി. വണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. അതിനാണ് തിക്കാക്കിയത്. തിക്കാക്കുന്ന സമയത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും, അപ്പോൾ റെസിസ്റ്റൻസ് വീണ്ടും കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന എയിം. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഗാൽവനോമീറ്റർ ആൻഡ് ദ സെൽ ആർ ഇൻ്റർചേഞ്ച്ഡ് അറ്റ് ദ ബാലൻസ് പോയിന്റ് ഓഫ് ദ ബ്രിഡ്ജ്? വുഡ് ദ ഗാൽവനോമീറ്റർ ഷോ എനി കറണ്ട്? ഓക്കെ, അത് നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചതാണ്. ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിങ്ങൾ സെല്ലും ഗാൽവനോമീറ്ററും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിങ് ലെങ്ത്തിന് ഒന്നും സംഭവിക്കില്ല. ഗാൽവനോമീറ്ററിൽ അപ്പോഴും സീറോ ഡിഫ്ലക്ഷൻ തന്നെയാണ്. നത്തിങ് ഹാപ്പൻസ് ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ ഭാഗം ഇപ്പം ഒന്ന് സംസാരിച്ചിട്ടുള്ളൂ. ആകെ മീറ്റർ ബ്രിഡ്ജിനെ പറ്റി പറഞ്ഞുള്ളൂ. മീറ്റർ ബ്രിഡ്ജ് ഈസ് എ പ്രാക്ടിക്കൽ ഫോം ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. ലാബിൽ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ആകെ ഒരു പാർട്ടും കൂടി ഈ ചാപ്റ്ററിൽ പറയാനുള്ളൂ, ദാറ്റ് ഈസ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്ററോട് കൂടി നമ്മുടെ 3rd ചാപ്റ്ററും കംപ്ലീറ്റ് ആകാൻ പോവാണ് കേട്ടോ.
അപ്പോൾ അടുത്ത എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളൂ. ഇപ്പോഴേ നിങ്ങൾ ഒരുങ്ങിക്കോളൂ. ഉടനെ തന്നെ ടോപ്പിക് കഴിഞ്ഞാൽ ഉടൻ തന്നെ എക്സാം അനൗൺസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.